നമ്മുടെ കരങ്ങളൊന്ന് കൂപ്പി പിടിച്ച് ഈശോയുടെ മുമ്പിലേക്ക് നമ്മുടെ ജീവിതം മുഴുവൻ നമ്മൾ കൊടുക്കാൻ പോവാണ്. ഈശോ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഈശോയുടെ മുമ്പിലേക്ക് എല്ലാം കൊടുക്കുക. കുടുംബാംഗങ്ങളെല്ലാം ഒന്ന് ഓർത്തേക്ക്. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നവരെ കൊടുക്കുക. നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ ഈശോ കൊടുക്കുക. ആത്മീയവും ഭൗതികമായ എല്ലാ ആവശ്യങ്ങളും ഈശോയ്ക്ക് ഈ സമയം കൊടുക്കണം. നമ്മുടെ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്ന ഒത്തിരി പേരില്ലേ, അവരെ ഒന്ന് ഓർത്തേ. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, പഠിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, കൂട്ടായ്മയിലുള്ളവർ, ശുശ്രൂഷയെ ബലപ്പെടുത്തുന്നവർ, എല്ലാവരും ഈശോയ്ക്ക് കൊടുക്കുക. ഒറ്റ കാര്യം പറഞ്ഞ് ഈ ആരാധനയിൽ നമ്മൾ പ്രാർത്ഥിക്കുക. ഈശോയെ, എനിക്ക് എൻ്റെ ഏതവസ്ഥയിലും അങ്ങിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാനൊരു കൃപ തരണമേ. എന്തു തന്നെ സംഭവിച്ചാലും ഐ നീഡ് ടു ട്രസ്റ്റ് ഇൻ യു. എനിക്ക് ആശ്രയം അങ്ങാണെന്ന ബോധ്യം എനിക്ക് തരണം. ആ ഒരു ആഗ്രഹത്തോടെ ഈ സമയം നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഗാനത്തോടെ ഈശോ നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരികയാണ്. സ്നേഹത്തോടെ നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധനെ, സർവശക്തനായ കർത്താവേ, സ്നേഹനിധിയായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലേക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായിരിക്കുന്ന ഇടങ്ങളിലേക്ക് ഈ സമയം അങ്ങ് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിച്ച് ഈശോയെ നമുക്ക് നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിക്കാം. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ അർപ്പിക്കും ഈ കാഴ്ചകൾ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും ഈ കാഴ്ചകൾ. അവിരാമം ഞങ്ങൾ പാടാ ആരാധന, ആരാധന, ആരാധന. ചേർന്ന് പാടിക്കേ. ആരാധന, രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് അതിരം തുറന്ന് എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കുന്നതിൻ്റെ ഒരു അടയാളമായിട്ട് ശക്തമായിട്ടൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോ ആരാധന, 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 ആരാധന. ഈശോ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ കർത്താവേ, എല്ലാം നിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് ഈ ആരാധനയുടെ അല്പസമയം ഞങ്ങൾ നിന്റെ മുമ്പിലായിരിക്കുകയാണ്. കരങ്ങൾ കൂപ്പി പിടിക്കാം. കണ്ണുകൾ തുറന്ന് ഈശോയെ കാണുക. മറ്റൊന്നിലേക്കും ശ്രദ്ധ പോവാതെ ഈശോയെ മാത്രം അല്പസമയം നോക്കി നിൽക്കുക. എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് ഈശോയെ നമുക്ക് ആരാധിക്കണം. നമ്മുടെ ജീവിതത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന കർത്താവാണ്. നമ്മളെ സഹായിക്കാൻ പരിശുദ്ധാത്മാവിനെ നൽകിയത് നമ്മുടെ ഈശോയാണ്. പിതാവിൻ്റെ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തി തന്നത് ഈശോയാണ്. എല്ലാം ഈശോയുടെ കരങ്ങളെ കൊടുക്കാം. ശിരസ് നമിച്ച് പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാം നൽകിയ, ഓരോ ദിവസവും നമ്മളെ ചേർത്ത് പിടിക്കുന്ന, നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നമുക്ക് തരുന്നത് നമ്മുടെ ഈശോയാണ്. ആ ഈശോയെ നമുക്ക് സ്നേഹത്തോടെ ആരാധിക്കാം. ശിരസ് നമിച്ച് പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആകുലപ്പെടേണ്ടെന്നും ഉത്കണ്ഠാകുലരാവേണ്ടെന്നും നിന്നോട് പറയുന്ന നിന്റെ ഈശോയാണ് അൾത്താരയിൽ. ഒന്നിനെക്കുറിച്ചും വിഷമിക്കരുതെന്ന് ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നത് ഈശോയാണ്. നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുമെന്ന് പറയുന്നത് ഈശോയാണ്. കൂടെ നിൽക്കുന്ന, സ്നേഹിക്കുന്ന, ബലപ്പെടുത്തുന്ന ഈശോയെ നമുക്ക് ആരാധിക്കാം. ശിരസ് നമിച്ച്
നിത്യം സ്തുതിയോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സാധിക്കുന്നവരെ മുട്ടുമേ തന്നെ ആയിരിക്കുക. സ്വസ്ഥമായിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇരിക്കാം. കണ്ണുകൾ തുറന്ന് ഈശോയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഈശോയെ, ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എല്ലാം ഞങ്ങളുടെ ഒരു ദൈവാശ്രയത്വം വളരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഓരോ വചനങ്ങൾ കേൾക്കുമ്പോഴും ആ വചനം എല്ലാം ഞങ്ങളോട് പറയുന്ന ഇതാണ്: ഈശോയെ ട്രസ്റ്റ് ചെയ്യുക, ഈശോയെ വിശ്വസിക്കുക, ഈശോയെ ആശ്രയിക്കുക. ഈശോയെ, അങ്ങ് തന്നെ ഞങ്ങളോടത് സംസാരിക്കുമ്പോഴും പലപ്പോഴും ഞങ്ങൾക്ക് അങ്ങ് ആശ്രയിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ ഉള്ളിൽ സംശയങ്ങളുണ്ട്, വിശ്വസിക്കാൻ പറ്റാതെ ചില തടസ്സങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഈശോയെ, ഞങ്ങളെ സഹായിക്കണേ. ശിഷ്യന്മാരൊക്കെ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെ വിശ്വാസ കുറവുകളെ പരിഹരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്? എന്താ എൻ്റെ രോഗം സൗഖ്യപ്പെടാത്തത്? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ നിരാശയിൽ വീണു പോകുന്നത്? 100,000 ചോദ്യങ്ങൾ, ഒരു ഉത്തരം അൾത്താരയിലുണ്ട്. ഈശോ. 100,000 സംശയങ്ങൾ, കണ്ണുനീരിന് 1000 കാരണങ്ങൾ, ഒരു ഉത്തരം അൾത്താരയിൽ നിന്നെ കണ്ടുകൊണ്ട് നിൽക്കുന്നു. ഈശോ. ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞ്, ഈ സമയം ഈശോയെ മാത്രം നോക്കുകയെ. നീ എന്താണ് കടന്നു പോകുന്നതെന്ന് നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണ്. ആ ഈശോ അൾത്താരയിൽ നിന്ന് കുഞ്ഞിനോട് പറയുന്ന ഇത്രയേ ഉള്ളൂ: നീ ആകുലപ്പെടരുതേ, ഉത്കണ്ഠാകുലനാവരുതേ. നിനക്കിതെല്ലാം ആവശ്യമാണെന്ന് നിന്റെ പിതാവിന് അറിയാം. യോഹന്നാൻ മത്തായി 6:32. ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിന് അറിയാം. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടണ്ട. ജീവിത പങ്കാളിയെ ഈശോയ്ക്ക് കൊടുക്കാവോ? മക്കളെ മുഴുവൻ ഈശോയ്ക്ക് കൊടുത്തേ. മാതാപിതാക്കളെ ഈശോയ്ക്ക് കൊടുത്തേ. നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുത്തേ. ഉത്തരം കിട്ടാതെ സങ്കടപ്പെടുന്ന ആ അവസ്ഥകളെ ഈശോയ്ക്ക് കൊടുത്തേ. നിങ്ങളുടെ രോഗപീഠകൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ രോഗങ്ങൾ ഈശോയ്ക്ക് കൊടുത്തേ. ആകുലപ്പെടുത്തുന്ന എന്തൊക്കെയോ വിഷയങ്ങൾ കുഞ്ഞെ നിൻ്റെ ഉള്ളിലുണ്ടെന്ന് അപ്പായ്ക്ക് നന്നായിട്ട് അറിയാം. ആൻഡ് ഹി ടെൽസ് യു ടു നോട്ട് വറി, ഐ എം വിത്ത് യു. ഞാൻ നിൻ്റെ കൂടെയുണ്ട്. മോനെ, നിനക്ക് ജോലി നഷ്ടപ്പെട്ടു പോയത് ഈശോയ്ക്ക് അറിയാടോ? മോളെ, നീ കരയുന്ന കാരണം ഈശോയ്ക്ക് നന്നായിട്ട് അറിയാം. നിന്നെ കളിയാക്കിയത് ഈശോ കണ്ടു. നിന്നെ മാറ്റി നിർത്തിയതൊക്കെ ഈശോ കണ്ടു. നീ സ്വയം ശപിച്ചത് ഈശോ കണ്ടായിരുന്നു. ആൻഡ് ഹി ടെൽസ് യു, നീ വിഷമിക്കണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നീ ഒറ്റയ്ക്കായിപ്പോയത് ഈശോ കണ്ടു. നിന്നെ സഹായിക്കാൻ ആരും ഇല്ലാത്തത് ഈശോ കണ്ടു. ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഈശോയെ, അതൊന്ന് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ദൈവവിശ്വാസം കുറഞ്ഞവർ, ദൈവാശ്രയത്വം നഷ്ടപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതൊന്നും ശരിയാവില്ലെന്നൊക്കെ പറഞ്ഞ് സ്വയം ശപിക്കുന്നവർ, സാഹചര്യങ്ങളെ പഴിക്കുന്നവർ, ഇതൊരിക്കലും നന്നാവില്ലെന്നൊക്കെ ചിന്തിച്ചു പോയവർ എല്ലാവരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. ഞാൻ വിളിക്കും മുമ്പേ എനിക്ക് ഉത്തരം തരുന്ന, ഞാൻ പ്രാർത്ഥിച്ചു തീരും മുമ്പേ എനിക്കതിന് ഒരു ഉത്തരം കണ്ടെത്തിയിട്ടുള്ള എൻ്റെ ഈശോ. വചനത്തിലൂടെ കർത്താവ് വാഗ്ദാനം തന്നിട്ടുണ്ട്. യെശയ്യാ പ്രവാചന പുസ്തകം 65-ാമത്തെ അധ്യായത്തിൽ, നിന്റെ അധ്വാനം വെറുതെ ആയി പോവില്ല. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, നിന്റെ സന്തതികളെല്ലാം അനുഗ്രഹം പ്രാപിക്കും. നീ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ഞാൻ നിനക്ക് ഉത്തരം തരും. ട്രസ്റ്റ് ഹിം. ഈശോയിൽ ആശ്രയിക്കാൻ. വിവാഹം നടക്കാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾ, യുവതി യുവാക്കൾ ഈശോയ്ക്ക് അത് ആ വിഷമത്തെ സമർപ്പിച്ചു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ എല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. ഈശോ തരുന്ന ഉത്തരവാണ്: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഇതെങ്ങനെ സംഭവിക്കുമെന്നുള്ള നിന്റെ 100 ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരവാണ്: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഈശോയിൽ ആശ്രയിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. നീ തളരുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നെ ശക്തിപ്പെടുത്തും. നിന്റെ ശക്തി ചോർന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് കരം പിടിച്ച് നിന്നെ ബലപ്പെടുത്തും. നിന്നെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയാണ് പരിശുദ്ധാത്മാവ്. ആ സൃഷ്ടാവായ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. തിരുസന്നിധി നമുക്ക് അല്പസമയം എഴുന്നേറ്റ് നിൽക്കും. എഴുന്നേറ്റ് നിന്ന് ഈ സമയം ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കണം. ഈശോയെ,
അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്കൊരു സഹായകൻ മാത്രമല്ല, ഞങ്ങളുടെ കാര്യസ്ഥനാണ്. ഞങ്ങളുടെ എല്ലാം നയിക്കുന്നത്, നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. സ്വരം കേൾക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. ഞങ്ങളിന്ന് സഹായിക്കണമേ. ആരാധിക്കാൻ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സഹായിക്കണം. നമ്മൾ ഈ സമയം ഈശോയെ മഹത്വപ്പെടുത്തി ആരാധിക്കാൻ പോകണം. പാട്ടുകളൊക്കെ പാടി ദൈവത്തെ സ്തുതിച്ച് എല്ലാം മറന്ന് ഈശോയെ ആരാധിക്കുക. ആരാധിക്കുമ്പോൾ തന്നെ ഒരു വിടുതൽ നമുക്ക് ലഭിക്കും. ഈ സങ്കടങ്ങളെല്ലാം മാറാൻ ഏറ്റവും നല്ലത് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. പരാതിപ്പെടുകയല്ല, വിഷമിക്കുകയല്ല, സ്വയം ശപിക്കുകയല്ല. നീ കടന്നു പോകുന്ന എല്ലാ അവസ്ഥകളും കാണുന്ന കർത്താവിനെ നീ മഹത്വപ്പെടുത്തുക. നീ കർത്താവിനെ നോക്കുക, കർത്താവ് നിന്നെ നോക്കിക്കോളും. 2 കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചു. ആ നീട്ടിപ്പിടിച്ച കരങ്ങളിൽ എല്ലാം കൊടുക്കുക. ആകുലതകളോ, അസ്വസ്ഥതകളോ, സങ്കടങ്ങളോ, വേദനകളോ, കടന്നു പോകുന്ന എന്തും ആവട്ടെ, എല്ലാം ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരാളുടെ മുമ്പിലല്ലേ നീ നിൽക്കുന്നത്? എല്ലാം കണ്ട ഒരാളുടെ മുമ്പിലല്ലേ? എല്ലാം കേട്ടൊരാളുടെ മുമ്പിലല്ലേ? നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരാളുടെ മുമ്പിലല്ലേ? ബലപ്പെടുത്തുന്ന കർത്താവിൻ്റെ മുമ്പിലല്ലേ? സഹായകനെ, കാര്യസ്ഥനെ, പരിശുദ്ധാത്മാവിനെ അയക്കുന്ന ഈശോയുടെ മുമ്പിലല്ലേ? എല്ലാം മറന്നവനെ ആരാധിക്കുക. രോഗങ്ങൾ, വേദനകൾ, കടബാധ്യതകൾ, ഇല്ലായ്മകൾ, കണ്ണുനീരുകൾ, സങ്കടങ്ങൾ, ഉറക്കമില്ലാത്ത രാത്രികൾ, ടെൻഷനുകൾ, ഭയങ്ങൾ എല്ലാം ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് ശക്തമായിട്ടൊന്ന് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈശോ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ ആരാധന, 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 ആരാധന. ഈശോയെ, ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. എല്ലാം ഈശോ കൊടുത്തേ. കർത്താവേ, വലിയൊരു വിടുതൽ ഈ കൂട്ടായ്മയ്ക്ക് ഈ സമയം അങ്ങ് നൽകണമേ. അങ്ങ് ആരാധിക്കുന്ന മക്കളെ അങ്ങ് കണ്ണു തുറന്ന് കാണണമേ. ഇവരായിരിക്കുന്ന ഇടങ്ങൾ, ഇടപെടുന്ന മേഖലകൾ, പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളെ എല്ലാം കർത്താവേ, ഈ അൾത്താരയിൽ നിന്ന് നിങ്ങളുടെ പരിശുദ്ധ സാന്നിധ്യം ഇറക്കി അവരെ ശക്തിപ്പെടുത്തണമേ. അസ്വസ്ഥതകളെല്ലാം ഏറ്റെടുക്കണമേ. മുൻപിലുള്ള മതിലുകളെല്ലാം ചിതറിക്കപ്പെടട്ടെ. മുൻപിലുള്ള അസ്വസ്ഥതകളെല്ലാം മാറട്ടെ. തിന്മ ബുദ്ധിമുട്ടിക്കുന്ന മേഖലകളെല്ലാം ചിതറിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകളെല്ലാം മാറിക്കിട്ടട്ടെ. രോഗപീഠകളെല്ലാം കർത്താവ് ഈശോ മിശിഹായെ അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ഈ സമയം സൗഖ്യപ്പെടട്ടെ. മുറിവുകളെല്ലാം അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ ഈ സമയം സൗഖ്യപ്പെടട്ടെ. അസ്വസ്ഥതകളെല്ലാം അങ്ങയുടെ പരിശുദ്ധ കുരിശിനാൽ ഈ സമയം അടിയറ വയ്ക്കപ്പെടട്ടെ. ഈശോയെ, നിന്റെ സാന്നിധ്യത്തിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ബന്ധുജനങ്ങളെ, സഹോദരങ്ങളെ, സൗഹൃദങ്ങളെ സമർപ്പിക്കുകയാണ്. ഏറ്റെടുക്കണമേ, ഏറ്റെടുക്കണമേ, ഏറ്റെടുക്കണമേ. ആരാധിക്കുക, ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ഈശോയെ മഹത്വപ്പെടുത്തി ഗാനങ്ങളൊക്കെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ സമയം നമുക്ക് ആരാധിക്കാം. എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഒരുമിച്ച് നമ്മളായിരിക്കുന്ന ഈ സ്ഥലം കർത്താവ് തെരഞ്ഞെടുത്ത സ്ഥലമാണ്. കർത്താവ് ഇറങ്ങി നിൽക്കുന്ന സ്ഥലമാണ്. നമ്മുടെ ഭവനങ്ങളിൽ കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. ജോലി സ്ഥലത്ത്, പഠിക്കുന്നിടത്ത്, ഇടപെടുന്ന എല്ലാ മേഖലകളിലും കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. ആയിരിക്കുന്ന അവസ്ഥകളെല്ലാം ഈശോ കാണുന്നുണ്ട്. എല്ലാം അവൻ നിയന്ത്രിക്കട്ടെ, എല്ലാം അവൻ ഏറ്റെടുക്കട്ടെ, എല്ലാം അവൻ നയിക്കട്ടെ. ആശ്രയിച്ചുകൊണ്ട്, വിശ്വസിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്താം. ശക്തിയോടെ കരങ്ങളടിച്ച് പുകഴ്ത്തിയിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയേ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കാൻ യോഗ്യനല്ലോ. ശക്തിയോടെ പുകഴ്ത്തിയിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയേ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കാൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവരെ. വണങ്ങിയിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലുന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവരെ. വണങ്ങിയിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലുന്നതനെ. സ്തുതിച്ചിടാം യേശുവിനെ, ക്രൂശിലജനായിലേ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കാൻ യോഗ്യനല്ലോ.
രോഗപീഠകളാൽ ക്ലേശിക്കുന്ന എല്ലാവരും ഈ സമയം ഈശോയോട് പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ പരിശുദ്ധ സാന്നിധ്യത്തിന്റെ ശക്തിയാൽ എന്റെ ശരീരത്തെ, എന്റെ മനസ്സിനെ, എന്റെ ആത്മാവിനെ സൗഖ്യപ്പെടുത്തണമേ. രോഗബാധിതമായ ശരീരത്തിന്റെ അവയവങ്ങളെ അങ്ങ് ഈ സമയം സൗഖ്യപ്പെടുത്തണമേ. ഈശോയെ, ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ ഓരോ മക്കളെയും ഈ സമയം അങ്ങ് തൊട്ട് തലോടി സൗഖ്യപ്പെടുത്തണമേ. രോഗപീഠകളാൽ ക്ലേശിക്കുന്നവരെ ഈ ആരാധനയുടെ സമയം തന്നെ അങ്ങ് സൗഖ്യപ്പെടുത്തണമേ. ഈശോയെ, കുടുംബങ്ങളിലായിരിക്കുന്ന, ദൂരദേശങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക രോഗങ്ങളാൽ, ആത്മീയ സംഘർഷങ്ങളാൽ, മാനസിക അസ്വസ്ഥതകളാൽ ക്ലേശിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം അവരെ സൗഖ്യപ്പെടുത്തണമേ. അങ്ങയുടെ ശക്തി അവരിലേക്ക് അയക്കണമേ. അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ക്രൂശിലെ ജയാളിയെ ഞങ്ങൾ ആരാധിക്കുന്നു. സൗഖ്യം നൽകണമേ, വിടുതൽ നൽകണമേ, ബലപ്പെടുത്തണമേ. കരങ്ങളടിച്ചുകൊണ്ട് ആഗ്രഹത്തോടെ വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിക്കട്ടെ. ആമേൻ. ഈശോയെ, വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ. ഈശോയെ, ഏറ്റുപറയാം യേശുവിനെ കർത്താവിനെ. ആമേൻ. വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ. ഏറ്റുപറയാം യേശുവിനെ കർത്താവിനെ. കരങ്ങൾ ഉയർത്തിയടിച്ച് ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവരെ. ദൈവ കുഞ്ഞാടിലെ ആരിലൊന്നവരെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവർ. വണങ്ങിയിടാം ദൈവ കുഞ്ഞാടിലെ ആരിലൊന്നവരെ. ആരാധിക്കാം യേശുവിനെ പരിഹാരം. വണങ്ങിയിടാം ദൈവ കുഞ്ഞാടിലെ ആരിലൊന്നവരെ. പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കാൻ യോഗ്യതയോ. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് ഇവിടെ എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടി ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് വിശ്വാസത്തോടെ, ആരാധനയോടെ, ആശ്രയത്വ ബോധത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. ഞങ്ങളങ്ങേ വിശ്വസിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങനെ ആശ്രയിക്കുന്ന കർത്താവേ, സ്തുതിക്കട്ടെ. ശക്തിയോടെ സ്തുതിച്ച് മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. ഈശോ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, ആരാധന, 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 ആരാധന. ഈശോ, ആരാധന, 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 ആരാധന. ഈശോയെ, ആരാധന, 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 ആരാധന. ഈശോയെ, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ത്യാഗത്തോടെ നമുക്ക് മുട്ടിന്മേലായിരിക്കാം. കരങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് കൂപ്പിപ്പിടിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും തിരുസനിലേക്ക് ഒരിക്കൽ കൂടി കൊടുക്കാം. വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ ആത്മീയ ആവശ്യങ്ങൾ ഈശോയ്ക്ക് കൊടുക്കാം. നല്ല ആത്മീയ മനുഷ്യരായിട്ട് ജീവിക്കാൻ ഒരു കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ച് ഈശോ തന്നെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക. എൻ്റെ ആത്മീയ ജീവിതം ഒന്ന് ശക്തിപ്പെടുത്തി തരണേ ഈശോയെ. പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകളോ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥകളോ ഒക്കെ ഒന്ന് ഏറ്റെടുക്കണേ. ചില പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ, ഉത്തരം വൈകുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന നിരാശയുടെ ദുരാത്മാവിനെ ഈശോ അങ്ങ് എടുത്ത് മാറ്റി തരണം. ഈശോയെ, എൻ്റെ ഉള്ളിലെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ അവസ്ഥകളെ അങ്ങ് ഏറ്റെടുക്കണം. പലപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്ന എൻ്റെ അവസ്ഥ അങ്ങ് ഏറ്റെടുക്കണം. ഈശോ അങ്ങ് കൂടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും സംശയിച്ചു പോകുന്ന എൻ്റെ അവസ്ഥകളെ അങ്ങ് ഏറ്റെടുക്കണം. കർത്താവേ, എല്ലാം അങ്ങ് കാണുന്നു, എല്ലാം അങ്ങ് അറിയുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എനിക്ക് സഹായകനായി, എൻ്റെ കാര്യങ്ങളുടെ മേൽനോട്ടക്കാരനായി, കാര്യസ്ഥനായി അങ്ങ് തന്നിട്ടുണ്ട്. പലപ്പോഴും പരിശുദ്ധാത്മാവിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ദൈവത്തെ ആശ്രയിക്കാതിരിക്കുക, ദൈവത്തെ സംശയിക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യുന്ന പാപങ്ങളിലൊന്ന്. ദൈവിക ശക്തിയെ സംശയിക്കുക എന്നുള്ളത് പരിശുദ്ധാത്മാവിനെ വിഷമിപ്പിക്കുന്ന പാപങ്ങളിലൊന്നാണ്. ആ പാപം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഈശോ അതൊന്ന് തിരുത്താൻ എന്നെ സഹായിക്കണം. ദൈവപരിപാലനയിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാൻ എന്നെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ,
കൃപാവരദാനങ്ങളായി അങ്ങ് ഞങ്ങളിലേക്കെല്ലാം ഒഴുകി ഇറങ്ങുമ്പോൾ ഞങ്ങളിൽ, ഞങ്ങളുടെ കൂട്ടായ്മയിൽ, കുടുംബത്തിൽ, വ്യക്തിജീവിതത്തിലെല്ലാം ഈശോയെ ആശ്രയിക്കാൻ ഒരു അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ക്രമരാഹിത്യങ്ങളിൽ, ഞങ്ങളുടെ ശൂന്യതകളിൽ, ഞങ്ങളുടെ അന്ധകാരങ്ങളിൽ ഞങ്ങളെ കൈവിട്ടു പോവാത്ത ആ ചൈതന്യമായി അങ്ങ് ഒരിക്കൽ കൂടി ഞങ്ങളുടെ മേൽ അധികാരം ഏറ്റെടുക്കണമേ. നിയന്ത്രിക്കാൻ പറ്റാത്ത ഞങ്ങളുടെ ജീവിത മേഖലകളെ അങ്ങ് നിയന്ത്രിക്കണം. ലക്ഷ്യമില്ലാതെ പോകുന്ന ജീവിത രീതികളെ അങ്ങ് ഏറ്റെടുക്കണമേ. നല്ല വഴിയിലൂടെ നയിക്കണമേ. ദൈവസ്വരം കേൾക്കാൻ ഹൃദയം തുറന്നു തരണമേ. ആരാധിക്കാൻ കൃപ നൽകണം. വചനത്തിലൂടെ കർത്താവിൻ്റെ സ്വരം കേൾക്കാനുള്ള അഭിഷേകം നൽകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നല്ല ആത്മീയ മനുഷ്യരാക്കി മാറ്റണം. ഭൂമിയിൽ കാലുറപ്പിച്ച് നിന്ന് സ്വർഗത്തെ നോക്കി ജീവിക്കുന്ന ആത്മീയ മനുഷ്യരാക്കി ഞങ്ങളെ അഭിഷേകം ചെയ്യണം. പരിശുദ്ധാത്മാവേ, ശക്തി തരണം. ഈശോയുടെ ആശീർവാദം ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ അഭിഷേകമായി ഞങ്ങളിലേക്ക് വരണമേ. ക്രിസ്തുവിൻ്റെ അഭിഷേകം, ക്രിസ്തുവിൻ്റെ അനോയിൻറ്റിങ്, ആ റൂഹ ഞങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങി വരിക. ഈശോ ഞങ്ങളുടെ പരിശുദ്ധ ശരീരത്താൽ, അങ്ങയുടെ വിലയേറിയ തിരുരക്തത്താൽ പാപത്തിൻ്റെ എല്ലാ കറകളും ഞങ്ങളെ മോചിപ്പിച്ച് നിർമ്മലരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഈ ആശീർവാദ സമയത്ത് ഞങ്ങളിലേക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും, ഞങ്ങളുടെ ദൂരദേശങ്ങളിൽ, ഭവനങ്ങളിൽ, പലയിടങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഈ സമയം അങ്ങ് അയക്കണമേ. കരങ്ങൾ കൂപ്പിപ്പിടിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാശം തൂകണമേ വത്സലസുരരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.